ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതില് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സ്പെഷ്യൽ ഫങ്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സിലബസിൽ ഡെമോ ക്ലാസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ സിലബസിൽ പറഞ്ഞേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ളതാണെങ്കിലും നമ്മൾ സിലബസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് ആദ്യം ഡിഫറൻഷ്യൽ ഇക്വേഷൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങാം. അത്യാവശ്യം ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് നോട്ട്സ് തരുന്നത്? ഇപ്പൊ വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഗ്രൂപ്പിൽ ഈ നമ്മളെ ഡിഫറൻഷ്യൽ അതുപോലെ ഇന്റഗ്രേഷനെ കുറച്ച് ബേസിക് ഫോർമുലാസ് ഉണ്ടല്ലോ, ഇന്റഗ്രൽ സൈൻ തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ബേസിക് ഫോർമുലാസ് ഞാൻ അയച്ചു തരാം. അപ്പൊ അതൊന്ന് നന്നായിട്ട് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ബൈഹാർട്ട് ചെയ്യാനായിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂമറിക് ആയിട്ടുള്ള, അതായത് കാൽക്കുലേഷൻ മാത്രമല്ല വരിക, ഇപ്പൊ തിയററ്റിക്കൽ ആയിട്ടുള്ള വൺ വേർഡ് സഹിതം പോലത്തെ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് വരും. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഡെറിവേറ്റീവ്, ഒരു അൺനോണിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു മാത്തമാറ്റിക്കൽ മോഡൽ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷന് ഒരു അൺനോണിന്റെ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺനോണിന്റെ ഡെറിവേറ്റീവ് ഓഫ് അൺനോണിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് നമ്മൾ ബേസിക് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതില് ഞാനൊരു എക്സാമ്പിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാം. നമ്മൾ സാധാരണ എഴുതുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 4. ഏതെങ്കിലും ഒരു ടൈപ്പ് ഞാൻ എഴുതുന്നത് 2dy ബൈ ഡി എക്സ് പ്ലസ് 4y ഈക്വൽ ടു 0. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ 2 വേരിയബിൾ ആണ് നമുക്കുള്ളത്, എക്സും ഉണ്ട് വൈയും ഉണ്ട്. എക്സിനെ നമ്മൾ വിളിക്കുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നാണ്. എക്സ് ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എക്സ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതേ സമയത്ത് വൈ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ വൈനെ എക്സ് വെച്ചിട്ട് നമ്മൾ വൈ ആണ് ഇവിടുത്തെ ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഞാൻ കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ, ഇതൊന്നും നമുക്ക് വരില്ല. ഓക്കെ, ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഇനി നമുക്ക് ബേസിക് ആയിട്ട് നോക്കാനുള്ളത് ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ നമ്പറിനനുസരിച്ചിട്ട് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഡിവിഷൻ വരുന്നത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ്, ഫസ്റ്റ് ഡിവിഷൻ വരുന്നത്. എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഒന്ന്, ഇതിനകത്ത് ഫസ്റ്റ് ഡിവിഷൻ വരുന്നത് സാധാരണ നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ എഴുതിയ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒറ്റ ഇൻഡിപെൻഡന്റ് വേരിയബിളേ ഉള്ളൂ. എക്സ് എന്ന് പറയുന്ന ഒരൊറ്റ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് വരുന്നത്. ഇതാണ് ഇതിന് എക്സാമ്പിൾ വരുന്നത്, ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാമ്പിൾ ഞാനിപ്പോ എഴുതിയത്. അതല്ലാതെ രണ്ടാമതൊരു ടൈപ്പ് വരുന്നുണ്ട്, നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടാവും, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ നമ്മൾ കൂടുതൽ എടുക്കുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ, ഒന്നിൽ കൂടുതൽ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഇപ്പൊ ഒരു എക്സാമ്പിൾ വേവ് ഫംഗ്ഷന്റെ ഇക്വേഷൻ ഞാൻ എക്സാമ്പിൾ ആയിട്ട് എഴുതാം. നമ്മൾ ഡോ സ്ക്വയർ എന്നാണ്, ഡോ എന്നാണ് പറയാം. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എഴുതാണ് ഞാൻ, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഇസെഡ് സ്ക്വയർ ഈക്വൽ ടു 0 എന്നോ എന്താണോ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്. ഇത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസെഡ് ഉണ്ട്, ഇത് മൂന്നും ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. സൈ ആണ് ഇവിടുത്തെ, ഈ സൈ ആണ് ഇവിടുത്തെ ഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ ഇത് 3 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്നതിനെല്ലാം, ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ വരുന്നതിനെല്ലാം നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ ഒരു ഐഡിയ വന്നിരിക്കുന്നത് നോർമൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും എന്തായിട്ടുള്ള ഡെഫിനേഷൻ ആണ്, പ്രത്യേകിച്ച് വേറെ ഒന്നും ഇതിനകത്തില്ല. ഫസ്റ്റ് കാറ്റഗറി അല്ലെങ്കിൽ ഫസ്റ്റ് ഡിവിഷൻ വരുന്നത് ഇതാണ്. രണ്ടാമത്തെ ഡിവിഷൻ വരുന്നത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഡിഗ്രി ആണ്. അപ്പൊ ഞാൻ ആദ്യം ഡിഗ്രിയും അതുപോലെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ അടുത്തതായിട്ട് വരുന്നതാണ് ഓർഡർ എന്നുള്ളത്. അപ്പൊ എന്താണ് ഡിഗ്രിയും എന്താണ് ഓർഡർ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാം.
നേരത്തെ എഴുതിയതിന് എക്സാമ്പിൾ. ഇപ്പൊ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 4 dy ബൈ ഡി എക്സ് പ്ലസ് 2y ഈക്വൽ ടു 0. ഇതിനകത്ത് ഡിഗ്രി ഏതാന്ന് പറയാമോ? ഓർഡർ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇത് സെക്കൻഡ് ഓർഡർ ആണ്. നോക്കി, ഓർഡർ എന്ന് വെച്ചാൽ ഡി സ്ക്വയർ വൈ ബൈ, ഇത് സെക്കൻഡ് ഓർഡർ എന്ന് പറയാൻ കാരണം ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓർഡർ ഇവിടെ സെക്കൻഡ് ആണ്. ആ ഓർഡറിന്റെ എക്സ്പോണന്റ് ഏതാണ്? ഹയസ്റ്റ് ഓർഡറിന്റെ എക്സ്പോണന്റ്, അതായത് ഹയസ്റ്റ് ഓർഡറിന്റെ പവർ ഏതാണ് ഇവിടെ വരുന്നത്? 1 ആണ്. നമുക്കിപ്പോ ഇതിനകത്തൊന്നും ഇല്ല, എന്നാലും ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി, ഇതാണല്ലോ ഇതിന്റെ മീനിങ്. ശരിക്കും പറഞ്ഞാൽ റൈസ് ടു 1. ഈ നമ്മള് ഡിഗ്രി എന്ന് പറയുന്നത് ഹയസ്റ്റ് ഓർഡറിന്റെ എക്സ്പോണന്റ് ഏതാണോ അതാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഡിഗ്രി. ഓർഡറും ഡിഗ്രി മാറിപ്പോകരുത്. ഓർഡറും ഇപ്പൊ ഹയസ്റ്റ് പവർ ഏതാണ്, ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഹയസ്റ്റ് പവർ ആണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ. അതിന്റെ എക്സ്പോണന്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ മറ്റൊരു എക്സാമ്പിൾ തരാം. ഇതിന്റെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ റേസ് ടു 1/3 പ്ലസ് വൈ ഈക്വൽ ടു 0. ഇങ്ങനെ വരികയാണ്. ഇതിന്റെ ഓർഡർ പെട്ടെന്ന് കിട്ടും. ഓർഡർ ഏതാണ്? 2 ആണ് ഇവിടുത്തെ ഓർഡർ. ഡിഗ്രി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഡിഗ്രി കണ്ടുപിടിക്കാനായിട്ട് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ടേമിൽ ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ടേമിന്റെ ആ ഫ്രാക്ഷനെ എലിമിനേറ്റ് ചെയ്യണം. നമുക്ക് 1/3 എലിമിനേറ്റ് ചെയ്യാൻ എന്താണ് മാർഗം? 1/3 കളയാനായിട്ട് എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഓരോ ടേമിനെയും എന്ത് ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര വരും ഇവിടെ? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ all raised to 3 plus dy by dx all raised to 1/3 multiplied by 3 plus y raised to 3 equal to 0. 0 raised to 3 0. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഫ്രാക്ഷൻ പോയല്ലോ. 1/3 3യും 3യും ക്യാൻസൽ ആയിട്ട്. ഇനി ഇതിന്റെ ഓർഡറിന് വ്യത്യാസമില്ല. ഡിഗ്രി എത്ര വരും? അപ്പോ 3. ഓർഡർ 2 ആണ്. 2ന്റെ പവർ എത്രയാണ്? 3 ആണ്. ഇതാണ് നമ്മുടെ ഡിഗ്രി എന്ന് പറയുന്നത്. കണ്ടുപിടിക്കാനുള്ള, അപ്പൊ ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഫ്രാക്ഷനെ എലിമിനേറ്റ് ചെയ്തിട്ട് വേണം എന്തായാലും നിങ്ങൾ ഡിഗ്രി കണ്ടുപിടിക്കാൻ. ഓർഡർ ഡയറക്റ്റ് നമുക്ക് ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓർഡർ മനസ്സിലാക്കാം. അപ്പൊ ഈ ഡിഗ്രിയുടെ അടിസ്ഥാനത്തില് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഡിഗ്രി 1 ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, ഡിഗ്രി ഗ്രേറ്റർ ദാൻ 1 ഉള്ള ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച പോലത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ കൂടുതൽ ഡിവിഷൻ ഇല്ല. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ചെയ്യാം. നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി ഓർഡർ എത്രയാണ്, ഡിഗ്രി എത്രയാണ്. ഫസ്റ്റ് ഞാനിപ്പോ എഴുതാം. ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ഹോൾ റേസ് ടു 1/3 പ്ലസ് d square y by dx square whole raised to 3/2 plus y equal to 0. ഇതിന്റെ ഓർഡർ 3 എന്നാണ് പറഞ്ഞത്. അപ്പൊ 3 ഇവിടെ നമുക്ക് ഡയറക്റ്റ് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഓർഡർ 3 ആണ്. അത് കറക്റ്റ് ആണ്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 ഫ്രാക്ഷൻ ഉണ്ട്. 1/3 ഉണ്ട്, ഇവിടെ 3/2 ഉണ്ട്. ഓക്കെ, ഡിഗ്രി 2 ആണ്, കറക്റ്റ് ആണ്. അപ്പോൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ്. അപ്പൊ 3യും 2 ഉണ്ട്. അപ്പൊ എത്ര വരും? 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1/3 × 6 പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഇവിടെ 3/2 × 6 പ്ലസ് വൈ റേസ് ടു 6 ഈക്വൽ ടു 0. 6 വന്നത് എങ്ങനെയാണ്? ഇവിടെ 3യും ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ 3യും ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 2 ഉണ്ട്. 3 × 2 എത്ര വരിക? 6. അതാണ് 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ ഇവിടെ എത്ര വരും? ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 വരും, ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 3 വരും. 3 × 3 9 വരും. അപ്പൊ ഇതിന്റെ പവർ 9 ആണ് വരുന്നത്, ഇതിന്റെ പവർ 2 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഓർഡറിന്റെ എക്സ്പോണന്റ് ഏതാണോ, ഹയസ്റ്റ് ഓർഡർ ഇവിടെ 3 ആണ്. 3യുടെ പവർ എത്രയാണ്? 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിഗ്രി എത്രയാണ്? 2 ആണ്.
ഇപ്പൊ ഒരു ഡിഗ്രിയും ഓർഡറും ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. അപ്പൊ ഇതാണ് അടുത്ത ഡിവിഷൻ വരുന്നത്. ഇതിന്റെ ബേസിസിലാണ്, ഡിഗ്രിയുടെ അനുസരിച്ചിട്ടാണ്. ഡിഗ്രി 1 വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, ഡിഗ്രി 2 വരുന്നുണ്ട്, ഡിഗ്രി 3 വരുന്നൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു 5 സൊല്യൂഷൻ മെത്തേഡ്സ് ഉണ്ട്. ഇതിനകത്തൊരു 3എണ്ണമെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. 5എണ്ണം പറഞ്ഞു തരാം. കൂടുതലായിട്ട് നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത് ആദ്യത്തെ ഒരു 3 ടൈപ്പാണ്. അതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഇത്തിരി കൂടി ലെവല് കൂടിയതുകൊണ്ട് നമ്മുടെ HSSTക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സയന്റിഫിക് ഓഫീസിന്റെ HSSTയുടെ സിലബസ് ഒക്കെ സെയിം ആണ് കേട്ടോ. സെയിം സിലബസ് ആണ്, സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് രണ്ടിനും വന്നിട്ടുള്ളത്. ഞാൻ HSST എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബേസിസിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും ചിലർക്ക്. വേരിയബിൾ, വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. വേരിയബിൾ സെപ്പറബിൾ മെത്തേഡാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് പക്ഷെ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാനിപ്പോ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് മെത്തേഡ് വരുന്നത്, വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഇക്വേഷൻ വരുന്നത് ഇപ്പൊ ഈ ഫോമിലാണെന്ന് വിചാരിക്കുക. ഒരു ഫംഗ്ഷൻ എക്സിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഒരു ഫംഗ്ഷൻ ഉണ്ട് ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0. ഇങ്ങനെ എക്സിന്റെ ഒരു ഫംഗ്ഷൻ പ്ലസ് വൈയുടെ ഒരു ഫംഗ്ഷൻ, ഇങ്ങനെ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഓൾറെഡി നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ ആക്കാൻ പറ്റുന്നതാണെന്ന് വിചാരിക്കുക. എക്സിന്റെ ഒരു ഫംഗ്ഷൻ പ്ലസ് വൈയുടെ ഒരു ഫംഗ്ഷൻ, അപ്പൊ വേരിയബിൾ ഓൾറെഡി സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ വരുന്നതിന്റെ സൊല്യൂഷൻ, ആദ്യമായി സൊല്യൂഷന്റെ ഫോം എഴുതാം. ഇതിന്റെ സൊല്യൂഷൻ വരുന്നത് ഇന്റഗ്രൽ, നമ്മൾ എക്സിന്റെ വേരിയബിള്, എക്സിന്റെ ഫംഗ്ഷൻ ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ വൈയുടെ ഫംഗ്ഷൻ ഡി വൈ ഈക്വൽ ടു 0. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്കിൽ അതിന്റെ സൊല്യൂഷന്റെ ഫോം ഈ രീതിയിലായിരിക്കും. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്യുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ വരുന്നത്, ആപ്ലിക്കേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ, എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഇതാണ് ഇതിന്റെ വലിയൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ ഇക്വേഷൻ എഴുതാണ്, ജസ്റ്റ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇക്വേഷൻ ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി ഈക്വൽ ടു ഈ സൈഡ്. ഞാനിപ്പോ ഇന്ന് മാത്രം എഴുതുന്നുള്ളൂ. അപ്പൊ ഇത് എങ്ങനെ എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും നോക്കി. 2 ഫംഗ്ഷൻ ആണ്, ഒന്ന് ഡോ സൈ ഉണ്ട്, ഇവിടെ ഡോ ടി ഉണ്ട്. 2 വേരിയബിൾ ആണ്, ഒന്ന് സൈ ആണ്, ഒന്ന് ടി ആണ്. ഇതെങ്ങനെ എനിക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും? അപ്പൊ ഞാൻ ഈ ഡോട്ട് ടീനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? ഐ എച്ച് കട്ട് ഡോ സൈ ഈക്വൽ ടു, ഇവിടെ ഈ സൈ ഉണ്ട്, ആ സൈനെ കൊണ്ടുവരാം. സൈ ഒക്കെ ഒരു സൈഡിൽ എഴുതാണ്. അപ്പൊ ഈ സൈ വരുമ്പോ എന്ത് വരും? 1 ബൈ സൈ ഡോ സൈ ഈക്വൽ ടു ഇ ഇൻറ്റു ഈ ടീനെ ഞാൻ RHS കൊണ്ടുവരുമ്പോ ഡോ ടി. ഓക്കെ, LHSലെ സൈ ഫംഗ്ഷൻ മാത്രം, RHSലെ ടി ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞിരിക്കുന്ന എന്താ? ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈ 1 ബൈ സൈഡ് ഇന്റഗ്രേഷൻ ഓർമ്മയുണ്ടോ? 1 ബൈ എക്സിന്റെ ഇന്റഗ്രേഷൻ ലോഗ് എക്സ്. ഓക്കെ, 1 ബൈ എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രേഷൻ ഞാൻ ആ ഫോർമുല തരാട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തവർക്ക് കിട്ടിക്കോളെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ 1 ബൈ എക്സിന്റെ ഇന്റഗ്രേഷൻ ലോഗ് എക്സ് ആണ്. അപ്പൊ ഇവിടെ ലോഗ് ഇങ്ങനെയും എഴുതാം. ഇതാണ് ശരിക്കും വരുന്നത്, ഞാൻ എഴുതി ശീലിച്ചത് ഈ ലോഗ് ആയതുകൊണ്ടാണ് വന്നത്. അപ്പൊ എങ്ങനെ എഴുതാം? 1 ബൈ എച്ച് കട്ട് ലോഗ് സൈ ഈക്വൽ ടു ഈ കോൺസ്റ്റന്റ് ആണ് ഡി എക്സിന്റെ ഇന്റഗ്രേഷൻ
ഇവിടെ ഡോട്ട് എന്ന് വരുന്നതുകൊണ്ടാണ് ഡി എക്സ്. നിങ്ങൾക്ക് എളുപ്പം ഫോർമുല കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഡി എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? എക്സ് ആണ്. അപ്പൊ ഇവിടെ ഡോട്ട് യുടെ ഇന്റഗ്രേഷൻ എന്താണ്? ഇ ടി പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി വരും. ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ സൊല്യൂഷൻ വരുന്നത്. ഇനി നമുക്ക് കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. കണ്ടീഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരും, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞ സൊല്യൂഷൻ. സി കണ്ടുപിടിക്കാനായിട്ട് സി കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് സി കണ്ടുപിടിക്കാനായിട്ട് എന്ത് അപ്ലൈ ചെയ്യണം? വി നീഡ് ടു അപ്ലൈ ഇനീഷ്യൽ കണ്ടീഷൻ. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. ഇതിപ്പോ ഷ്രോഡിംഗർ ഇക്വേഷൻ ആയതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് തരാത്ത ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്. ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറ്റ് ടി ഈക്വൽ ടു 0 ലെറ്റ് വേവ് ഫംഗ്ഷൻ ഇനീഷ്യൽ ആണ്, സൈ ഈക്വൽ ടു സൈ 0. അപ്പൊ സിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് കണ്ടുപിടിക്കാമോ എന്ത് വരും എന്നുള്ളത്? ഈ ഇക്വേഷനിൽ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യും. ഈ ഇക്വേഷനിൽ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? അടുത്ത പേജിൽ എഴുതാം. നമ്മുടെ ഇക്വേഷൻ ഐ എച്ച് കട്ട് ലോഗ് സൈ ഈക്വൽ ടു ഇ ഇൻറ്റു ടി പ്ലസ് സി അറ്റ് ടി ഈക്വൽ ടു 0 സൈ ഈക്വൽ ടു സൈ 0. അപ്പൊ ഇക്വേഷൻ എന്തായി? ഐ എച്ച് കട്ട് ലോഗ് സൈ 0 ഈക്വൽ ടു ടി 0 ആണല്ലോ. അപ്പോ ഈ ടേം അങ്ങനെ തന്നെ പോകും, സി വരും. അപ്പൊ സിയുടെ വാല്യൂ എനിക്ക് കിട്ടി. Therefore, സൊല്യൂഷൻ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഐ എച്ച് കട്ട് ലോഗ് സൈ ഈക്വൽ ടു ഇ ഇൻറ്റു ടി പ്ലസ് സിക്ക് പകരം എന്ത് കൊടുക്കാം? സിക്ക് പകരം ഐ എച്ച് കട്ട് ലോഗ് സൈ 0 കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം? ഈ ലോഗിന്റെ ടേം ഒക്കെ ഒരുമിച്ച് എഴുതാം അല്ലെ? അപ്പൊ എങ്ങനെ വരും? ഐ എച്ച് കട്ട് ലോഗ് സൈ മൈനസ്, ഞാനിപ്പോ ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് എഴുതാണ്, മൈനസ് ഐ. ഈ ടേമിനെ ഞാൻ LHS കൊണ്ടുവരികയാണ്. ഐ എച്ച് കട്ട് ലോഗ് സൈ 0 ഈക്വൽ ടു ഇ ഇൻറ്റു ടി. എന്ത് വരും? ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? ഐ എച്ച് കട്ട് കോമൺ ആണല്ലോ. അപ്പൊ ഞാനത് ബ്രാക്കറ്റ് ആയിട്ട് എഴുതുകയാണ്. കോമൺ ആയിട്ട് എടുത്തു. അപ്പൊ എങ്ങനെ എഴുതാം? ലോഗ് എ മൈനസ് ലോഗ് ബി എങ്ങനെ എഴുതാം? ലോഗ് ഓഫ് എ ബൈ ബി എന്ന് എഴുതാം. അപ്പോ അതേപോലെ ഇവിടെ കിടക്കുന്നത്. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? ഐ എച്ച് കട്ട് ലോഗ് ഓഫ് സൈ ബൈ സൈ 0 ഈക്വൽ ടു ഇ ഇൻറ്റു ടി. ഇവിടെ വരെ മനസ്സിലായോ? ഇനി എക്സ്പോണൻഷ്യലി ലോഗ് മാറ്റിയിട്ട് എക്സ്പോണൻഷ്യൽ ആയിട്ട് എഴുതാം. അതിനുമുമ്പ് ഞാൻ ഐ എച്ച് കട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ് RHS. അപ്പൊ എന്ത് വരും? ലോഗ് സൈ ബൈ സൈ 0 ഈക്വൽ ടു ഐ എച്ച് കട്ട് വരുമ്പോ എന്ത് വരും? ഇ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ഐ എച്ച് കട്ട്. 1 ബൈ ഐ എങ്ങനെ എഴുതാം? മൈനസ് ഐ. 1 ബൈ ഐ മൈനസ് ഐ ആണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് സൈഡിൽ ബോക്സിലാക്കി എഴുതി വെച്ചേരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർമ്മയുണ്ടാവും. അപ്പൊ ഇങ്ങനെ എഴുതാം എനിക്ക് ലോഗ് സൈ ബൈ സൈ 0 ഈക്വൽ ടു മൈനസ് ഐ ഇ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ എച്ച് കട്ട്. ഇനി ലോഗിനെ മാറ്റി എക്സ്പോണൻഷ്യൽ ആക്കുമ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഇക്വേഷൻ സൈ ബൈ സൈ 0, ഈ RHS മൊത്തം എക്സ്പോണൻഷ്യലിന്റെ മുകളിൽ വരും. അപ്പൊ എങ്ങനെ എഴുതാം? ഇ റേസ് ടു മൈനസ് ഐ ഇ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ എച്ച് കട്ട്. ഇങ്ങനെയും എഴുതാം. അല്ലെങ്കിൽ ഈ സൈ 0നെ RHS എഴുതുമ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? psi equal to psi 0 e raised to minus I e t divided by h. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ വരുന്നത്. സൈ ആണല്ലോ നമ്മുടെ വേരിയബിൾ. അപ്പൊ സൈ കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ ചെയ്ത മെത്തേഡ് എന്തായിരുന്നു? ഒന്ന് തുടക്കം പോവുകയാണ്. നമ്മുടെ സ്റ്റാർട്ടിങ് ഇക്വേഷൻ ഇതായിരുന്നു. ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി. ഓക്കെ, സൈ ആണ് ഇവിടുത്തെ എന്താണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. അപ്പൊ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മെത്തേഡാണ് രണ്ടും
LHS സൈ മാത്രമാക്കി, ഒരു ഫംഗ്ഷനെ ഒരു വേരിയബിൾ മാത്രമാക്കി, RHS ടി മാത്രമാക്കി, അങ്ങനെ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് ഇന്റഗ്രേഷൻ ചെയ്തു. ഇന്റഗ്രേഷൻ ചെയ്ത് ഇക്വേഷനിൽ ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് വേരിയബിളിന്റെ വാല്യൂ കാണാം. തന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇക്വേഷൻ മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ഇക്വേഷൻ കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. ഇതാണ് പറഞ്ഞിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാമ്പിൾ. ഇതാണ്. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. നമുക്ക് ചോദ്യം വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. Solution of differential equation dx by dt equal to x square with initial conditions x of 0 equal to 1 will blows up as t equal to dash. Option A1, option B2, option C 1/2, option D infinity. ഞാൻ ക്ലൂ തരാം ഇതിനകത്ത്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ ബ്ലോസ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോദിച്ചിരിക്കുന്ന എന്താണ്? സൊല്യൂഷൻ കാണാം, എക്സ് കണ്ടുപിടിക്കണം. ടിയുടെ വാല്യൂ എപ്പോഴാണെന്നുള്ളതാണ്, എക്സ് അല്ല ടി കണ്ടുപിടിക്കണം. ഇനീഷ്യൽ കണ്ടീഷൻ എന്താണ്? ഈ എക്സ് ഓഫ് 0, ഇതിന്റെ മീനിങ് എന്താണ്? ഇങ്ങനെ എഴുതുന്നതിന്റെ മീനിങ് എന്താണ്? ടി ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ. ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഫംഗ്ഷൻ ടി എത്ര വാല്യൂ വരുമ്പോഴാണ് ഫംഗ്ഷൻ ബ്ലോസ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊന്ന് നോക്കി വെക്കുക നിങ്ങൾ, ഇൻഫിനിറ്റി ആവുക എന്നാണ് ഇതിന്റെ മീനിങ്. ബ്ലോസ് അപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആവുക. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടി ഏത് വാല്യൂ വരുമ്പോഴാണ് എക്സ് ഇൻഫിനിറ്റി ആകുന്നത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ അറിയാം ഇത് വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ പറ്റുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്യാമോ? ഞാനപ്പോ പതുക്കെ ചെയ്ത് തുടങ്ങാം, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കോളും. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാണ് dx by dt ഈക്വൽ ടു എക്സ് സ്ക്വയർ. വേരിയബിൾ സെപ്പറബിൾ ആക്കാനായിട്ട് എന്ത് ചെയ്യണം? എക്സിനെല്ലാം ഒരു സൈഡിലും ടീനെല്ലാം രണ്ട് വേരിയബിൾ ആണല്ലോ, എക്സും ടിയും. അപ്പൊ ഇത് ഞാൻ എങ്ങനെ എഴുതാം? 1/x square dx ഈക്വൽ ടു ഈ ടീനെ LHSലോട്ട് RHSലോട്ട് വരുമ്പോൾ dt. ഓക്കെ, എക്സിന്റെ LHSൽ എക്സ് മാത്രം, RHSൽ ടി മാത്രം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് ഫോർമുല എഴുതാം. 1/x⁻n dx. ഫോർമുല എന്താ? ഇതെങ്ങനെ എഴുതാം? എനിക്ക് ഇതിന്റെ ഇന്റഗ്രേഷൻ ആണ്. ഇതെങ്ങനെ എഴുതാം? x⁻n dxന്റെ ഇന്റഗ്രേഷൻ ഫോർമുല ഈക്വൽ ടു എന്ത് വരും? x⁻n+1 ഡിവൈഡഡ് ബൈ -n+1. ഇതാണ് നമ്മുടെ ഫോർമുല, ഇന്റഗ്രേഷന്റെ ഫോർമുല വരുന്നത്. അപ്പൊ ഫോർമുല അപ്ലൈ ചെയ്യാലോ ഇവിടെ. ഇവിടെ നോക്കി, -n സ്ഥലത്ത് -2 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ x⁻2+1 ഡിവൈഡഡ് ബൈ -2+1 ഈക്വൽ ടു ഇന്റഗ്രൽ dt എന്താണ്? ടി ആണ്, പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി. അപ്പൊ ഇത് എത്ര വരും? ചെയ്ത് കഴിയുമ്പോൾ -2+1 -1. അപ്പൊ x⁻1 ബൈ -1 ആണ്. അതായത് -x⁻1 ഈക്വൽ ടു ടി പ്ലസ് സി. x⁻1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/x. എങ്ങനെ എഴുതാം? -1/x ഈക്വൽ ടു ടി പ്ലസ് സി. ഇവിടെ വരെ കിട്ടിയോ ബാക്കിയുള്ളവർക്ക്?
ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്റെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്ന എന്താണ്? ഇക്വേഷൻ കിട്ടി. നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? നമ്മുടെ കണ്ടീഷൻ ഇതാണ്. t0 വന്നപ്പോ കണ്ടീഷൻ t0 വന്നപ്പോ x is equal to 1. അപ്പൊ ഇവിടെ ഞാനത് കൊടുക്കുമ്പോൾ എന്ത് വരും? -1/1 ഈക്വൽ ടു 0 പ്ലസ് c. അതായത് സിയുടെ വാല്യൂ എന്താണ്? c is equal to -1 എന്ന് എനിക്ക് കിട്ടാൻ. അപ്പൊ ഈ ഇക്വേഷനില് സിയുടെ വാല്യൂ എന്ത് കൊടുക്കണം? -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? ഇത് ഈ ഇക്വേഷൻ എങ്ങനെ വരുന്നു? സിക്ക് പകരം -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1/x ഈക്വൽ ടു t - 1. ക്ലിയർ ആയോ? ഈ മൈനസിനെ LHSല് മൈനസിനെ കളയാനായിട്ട് എന്ത് ചെയ്താൽ മതി? RHS നേരെ തിരിച്ചെഴുതിയാൽ മതി. അപ്പൊ 1/x ഈക്വൽ ടു 1 - t. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? t ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ x ഇൻഫിനിറ്റി ആകുമ്പോ t എത്ര വരും എന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1/1 - t ഈക്വൽ ടു x. ശരിയല്ലേ? ഇങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. അപ്പൊ x ഇൻഫിനിറ്റി ആവണം എന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ വരിക? അല്ല പറഞ്ഞിരിക്കുന്നത് x ഇൻഫിനിറ്റി ആണ്, അപ്പോഴുള്ള ടിയുടെ വാല്യൂ ആണ്. അപ്പൊ ഇവിടെ x ഇൻഫിനിറ്റി ആവണം എന്നുണ്ടെങ്കിൽ LHSൽ എന്ത് വരണം? 1/0 എന്താണ്? 1/0 ഇൻഫിനിറ്റി ആണ്. x ഇൻഫിനിറ്റി ആവണം എന്നുണ്ടെങ്കിൽ LHS 1/0 ആവണം. 1/0 ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരണം? 1 - t എന്തായിരിക്കണം? 0 ആയിരിക്കും. അപ്പൊ t എന്ത് വരും? t 1 വരും. ശരിയല്ലേ? കാരണം ഒരു 5 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ 5 മെത്തേഡിലും ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഏത് മെത്തേഡ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സോൾവ് ചെയ്യാനായിട്ട്.